Hi friends, welcome back to Mr. and Mrs. Vloggies new episode. അപ്പോൾ ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രാവൽ വീഡിയോ ആയാലും കുക്കിംഗ് ആയാലും ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കപ്പിൾ വീഡിയോസ് ചെയ്യുന്നില്ല, കപ്പിൾ വീഡിയോസ് അതുപോലെ ചാലഞ്ച് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് എന്താ ട്രൈ ചെയ്യാത്തതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ് കപ്പിൾ ചാലഞ്ച് വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട് വേഴ്സസ് തൃശ്ശൂർ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂരാണ്, പാലക്കാടാണ്, അവൾ പാലക്കാടാണ്. ഒരു ചെറിയ ടെസ്റ്റ് നടത്താൻ പോവാണ്. സ്വന്തം നാടിനെ കുറിച്ച് എത്രത്തോളം അറിയാമെന്നുള്ളൊരു ചെറിയൊരു ടെസ്റ്റ് നടത്താൻ പോകണം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് അവളെ കാണിച്ചിട്ടില്ല. അപ്പോൾ അവളും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഞങ്ങളൊരു കണ്ടീഷൻ ഞങ്ങളൊരു കണ്ടീഷനാണ് വെച്ചിരിക്കുന്നത്. അതിലൊരു പണിഷ്മെൻ്റ് ഒന്നുമില്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ ഓക്കെ. ആരാ ഫസ്റ്റ് ചോദിക്കുന്നത്? എനിക്ക് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചോദിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങല്ലേ? എന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു, ചോദിച്ചോ. സംശയമുണ്ട് നോക്കിയിട്ടുണ്ടോ? ജി കെ ആണോ കോമഡി ആണോ? ഫണ്ടി ക്വസ്റ്റ്യൻ ആണോ ജി കെ ആണോ? അങ്ങനൊന്നുമില്ല, ജി കെ എല്ലാം ഉണ്ട്. അപ്പോൾ പാലക്കാടിനെ കുറിച്ച് എത്രത്തോളം അറിയാമെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പാലക്കാട് സ്ഥാപിതമായ വർഷം ഏതാണ്? വല്ലാത്ത ക്വസ്റ്റ്യൻ. സ്ഥാപിതമായ വർഷം, സ്ഥാപിതമായെന്ന് പറഞ്ഞാൽ പാലക്കാട് പേര് വന്ന വർഷം. പാലക്കാട് ജില്ല രൂപീകരിച്ച വർഷം. രൂപീകരിച്ച വർഷം അങ്ങനെ പറയാം. ഞാൻ പറയാം, 1940-നും 60-നും ഇടയിലുള്ള ഒരു വർഷമാണ്. 1943. എനിക്കറിയായിരുന്നു. എപ്പോഴായിരുന്നു കേരളപ്പിറവി? എന്തായിരുന്നു? 56, 57 ആണ്. 1957 എൻ്റെ ഓർമ്മ. മാസം എനിക്ക് ഓർമ്മയില്ല. ജനുവരിയോ കുറച്ച് എങ്ങാണ്ടോ ആണ് പറയൂ എനിക്ക്, അല്ലേ? ജനുവരി കേട്ടോ. 1957 അല്ലേ? അപ്പൊ എനിക്കൊരു പോയിന്റ് കേട്ടോ. അപ്പൊ അടുത്തത് എൻ്റെ ഊഴമാണ്. ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡ് എന്നൊരു സ്റ്റാൻഡില്ലേ തൃശ്ശൂരിൽ, ഫേമസ് സ്റ്റാൻഡാണ് ശക്തൻ തമ്പുരാൻ, അല്ലേ? അത് ഏത് രാജാവിന്റെ പേരാണ്? ക്ലൂ ഇല്ല എനിക്ക്. നോ ക്ലൂ. ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ. രാജരാമവർമ്മ എന്നൊക്കെ ഉണ്ടോ? അല്ല, രാമവർമ്മ എന്നല്ലേ? രാമവർമ്മ അല്ല, വേറെ എന്തെങ്കിലും പറയാനൊക്കെ എങ്ങനെ അറിയുന്നോ? ഓക്കെ. പാലക്കാടില് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം എന്ത്? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. പാവങ്ങളുടെ ഊട്ടിയോ? പാലക്കാട് അട്ടപ്പാടിയാണോ? അറിയില്ല. പാവങ്ങളുടെ ഊട്ടി. അതെ, പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന പാലക്കാട് വരുന്ന കൊല്ലും അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ പഠിക്കുമ്പോ അതൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. അത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ടൈം സെറ്റ് ചെയ്യാൻ പോണു. ഓക്കെ, ക്ലൂ തരാം. ഈ ഓറഞ്ചും ഇതൊക്കെ വരുന്ന സ്ഥലമാണ്. ഓറഞ്ചൊക്കെ കൂടുതലുണ്ടാവുന്ന ഒരു സ്ഥലം. ഓക്കെ. അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തൃശ്ശൂരിലുള്ള 5 ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് ടൂറിസ്റ്റുകാർ ഏറ്റവും വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 5 സ്ഥലങ്ങൾ തൃശ്ശൂരിലുള്ളത്. പെട്ടെന്ന് പറയണം, 10 സെക്കൻഡേ ഉള്ളൂ. ടൈം സ്റ്റാർട്ട് നൗ. ഓക്കെ. വടക്കുന്നാഥ ക്ഷേത്രം, മ്യൂസിയം, ആനക്കോട്ട, പിന്നെ
പിന്നെ 7 സെക്കൻഡായി. ഗുരുവായൂർ ക്ഷേത്രം, കലാമണ്ഡലം. ഓക്കെ. അപ്പോൾ എൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ചോദ്യം, മലമ്പുഴ പോയിട്ടില്ലേ? മലമ്പുഴ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു യക്ഷിയുടെ പ്രതിമ ഉണ്ട്. ആ പ്രതിമ നിർമ്മിച്ചത് ഉണ്ടാക്കിയത് ആരാണ്? അത് നിർമ്മിച്ചത്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പെട്ടെന്ന് തന്നെ ടൈമർ നോക്കി. 1 സെക്കൻഡ്. അയ്യോ, ക്ലൂ ഉണ്ട്. 2 സെക്കൻഡ്. ക്ലൂ ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 സെക്കൻഡ്. ആരായിരുന്നു? എല്ലാത്തിനും ക്ലൂ ഒന്നും ചോദിക്കാൻ പാടില്ല. കാനായിന്ന് അങ്ങനെ കണ്ടോ? 4 സെക്കൻഡ്. കാനായി കുഞ്ഞിരാമനോ? ആണോ അല്ലേ? ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. തൃശ്ശൂർ പൂരത്തിന് എത്ര ആനകളാണ് ഉണ്ടാവാറുള്ളത്? ആനകൾ എന്ന് പറയുമ്പോൾ അപ്പോ സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് ആയിട്ടുള്ള നമ്പർ ടൈമറിനൊന്നും ആവശ്യമില്ല. ഏകദേശം 100, 120 ആ ഒരു റേഞ്ചിലാണ്. കറക്റ്റ് ആയിട്ടുള്ള നമ്പർ പറയും. ഒരു 120 റേഞ്ചിലുള്ള ആനകളാണ് ഉണ്ടാവാറുള്ളത്. ഓരോ വർഷം മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെയിം നമ്പർ തന്നെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ക്ലൂ ഒന്നുമില്ല. ക്ലൂ ഒന്നും പറയാൻ പറ്റില്ല. പാലക്കാടിനെ കുറിച്ച് ഉത്തരം പറയാൻ ഞാൻ റെഡി ആയിട്ടിരിക്കും. പാലക്കാട് ജനിച്ച് വളർന്ന 5 സെലിബ്രിറ്റികളുടെ പേര്. ടൈമർ സ്റ്റാർട്ട് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ടൈമൊന്നും തരാറില്ലല്ലോ. പേര് ഒന്ന് വിദ്യാബാലൻ ഉണ്ട് അല്ലേ? വിദ്യാബാലൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ പ്രിയാമണി, പിന്നെ കമലഹാസൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. കമലഹാസൻ ഇല്ലേ? അയ്യോ, പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ? പിന്നെ ആരാ പാലക്കാട് ജനിച്ചത്? ആരാ? അയ്യോ, 5 സെക്കൻഡ് തീർന്നു കേട്ടോ. ശരി. ഓക്കെ, അപ്പൊ ഞാനൊക്കെ പറയും, ഉത്തരം പറയണം. അപ്പൊ ഉത്തരം ഞാൻ പറയാം. 5 ആൾക്കാരുടെ പേര്: വിദ്യാബാലൻ, പ്രിയാമണി, MGR, MGR, ലാൽ ജോസ്, മേജർ രവി. 5 പേരുണ്ട്. എനിക്കറിയില്ലായിരുന്നു. ശരി, പോട്ടെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ മലയാള മാസം ഏത് മാസത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്? വെരി സിമ്പിൾ. എന്ത്? ഞാൻ പറയാം. ഏപ്രിൽ മാസം. മലയാള മാസം ഏപ്രിൽ മലയാള മാസമാണ്. ഞാനൊക്കെ 7, 8 ഓക്കെ, 10 സെക്കൻഡായി. തോറ്റോ? കേൾക്കണ്ട, തോറ്റോ? മേടമാസത്തെ കേട്ടോ. സിമ്പിൾ അല്ലേ? മേടം മാസം. നമ്മുടെ GK ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി എന്താ? ഇനി ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ഷാനിക്കാനോട് ചോദിക്കാനുള്ളത്. ചോദിക്കാനല്ല, ഇത്രയൊക്കെ പറഞ്ഞല്ലോ പാലക്കാടും തൃശ്ശൂരും തമ്മിൽ. എന്തെങ്കിലും ഒരു മിനിറ്റ് ഷാനിക്ക പാലക്കാട് ഭാഷയിലൊന്ന് സംസാരിക്കണം. ഒരു കാര്യം, ഞാനിങ്ങനെയൊന്നും സംസാരിക്കാറില്ല കേട്ടോ. പക്ഷെ ഷാനിക്ക എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട് പാലക്കാട് ഭാഷ. പക്ഷെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു ലാംഗ്വേജ്. പക്ഷെ ഷാനിക്ക അതിൽ ഓരോരോ വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഷാനിക്ക അത് പിടിച്ചെടുക്കും. പക്ഷെ നോക്കാം, ഷാനിക്ക സംസാരിക്കുമെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞു. നീ പാലക്കാടാണ്, ഞാൻ തൃശ്ശൂരാണ്, നീ എങ്ങോട്ട് പോയിട്ട് വരുന്നത്? ഈ പാലക്കാട് എവിടെ ഉണ്ടോ? നീ ആ ദാസപ്പേട്ടന്റെ കടന്റെ മുന്നിലാണോ നിന്റെ വീട്? അപ്പൊ എന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് GK കഴിഞ്ഞു. ഇത് ജസ്റ്റ് തൃശ്ശൂരിനെ കുറിച്ചുള്ള ചെറിയൊരു വേർഡുകൾ, അതിന്റെ അർത്ഥം കറക്റ്റായിട്ട് പറയണം. തൃശ്ശൂർ മാത്രം പറയുന്ന വേർഡ്സ് ആണ് കേട്ടോ. ഓക്കെ, കുമ്മട്ടിങ്ങ. ഫ്രൂട്ടാണോ? കുമ്മട്ടിങ്ങ. അയ്യോ, ഉമ്മ പറയണത് കേട്ടിട്ടുണ്ടല്ലോ. ഇത് തണ്ണിമത്തനാണോ? ഞാനൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി.
ജോസഫേട്ടൻ പടായി. ജോസഫേട്ടൻ പടായി. പടായി എന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങള് തൃശ്ശൂർ മാത്രം ഉപയോഗിക്കുന്ന പടായി. ആക്ഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മരിച്ചു പോകുന്നു. അതെ. ഇപ്പൊ രണ്ടുപേരും ഏകദേശം ഈക്വൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടില്ല. എന്റെ ഒരെണ്ണം കിട്ടിയിട്ടില്ല. പക്ഷെ അപ്പൊ രണ്ടുപേരും ഈക്വൽ ആയിട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? കണ്ടീഷൻ എന്താന്ന് വെച്ചാ എന്നോട് വീട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ വീട് പാലക്കാട്, കല്യാണം കഴിച്ചു കൊടുത്താണ് തൃശ്ശൂര്. പറയേണ്ട ആവശ്യമില്ല, ഒന്നില്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോ എന്നെ പോലെ ഒരുപാട് പേർക്ക് എല്ലാവരും ഞാൻ പറയുന്ന ഒരു 75% പെൺകുട്ടികളും സ്വന്തം നാടിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലം പറയുള്ളൂ. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ പേര്. ഷാനിക്കാന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഇതിൽ ആരാണോ വിൻ ചെയ്യണത്, അപ്പോൾ ഇപ്പം ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഷാനിക്ക ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു നിന്റെ വീട് പാലക്കാട്, കല്യാണം കഴിച്ചു കൊടുത്ത് തൃശ്ശൂർ, അങ്ങനെ തന്നെ ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നു. അതല്ല, ഷാനിക്കയാണ് ജയിച്ചെങ്കിൽ ഷാനിക്കാന്റെ കണ്ടീഷനായിരുന്നു വീട് എവിടെയാന്ന് ചോദിച്ചാൽ തൃശ്ശൂരിൽ നിന്ന് മാത്രം പറയണമെന്ന്. അപ്പോൾ രണ്ടുപേരും ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പഴയതുപോലെ തന്നെ. ഇപ്പൊ രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് ഞങ്ങളുടെ കണ്ടീഷനും അതിൽ പഴയ പോലെ തന്നെ ഞങ്ങളൊക്കെ ഫോളോ ചെയ്യും. എൻ്റെ വീട് എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും പാലക്കാടാണ്, ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. ഒരു ഫണി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് GK കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ കമന്റും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.